ഇനി വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്ക്, ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ഈ ന്യൂസ് മലയാളം ചാനലിന്റെ ആദ്യ റേറ്റിംഗ് പുറത്തു വന്നിരിക്കുകയാണ്. ബാർക്ക് റേറ്റിംഗിൽ 6ാമതായാണ് ന്യൂസ് മലയാളം. റേറ്റിംഗിൽ ചാർട്ടിലുള്ള 4 മുഴുവൻ സമയ മലയാളം ന്യൂസ് ചാനലുകളെയും പിന്നിലാക്കിയാണ് ന്യൂസ് മലയാളത്തിന്റെ ഈ അതിഗംഭീര മുന്നേറ്റം. നഗരപ്രദേശങ്ങളിലെ റേറ്റിംഗിൽ ന്യൂസ് മലയാളം 6 ചാനലുകളെ പിന്തള്ളി 4ാമതെത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, റിപ്പോർട്ടർ, 24 എന്നീ ചാനലുകൾ മാത്രമാണ് നഗര റേറ്റിംഗിൽ ന്യൂസ് മലയാളത്തിന് മുന്നിലുള്ളത്. തമ്മിൽ തർക്കിക്കുന്ന അന്ത്യചർച്ചകൾ ഒഴിവാക്കി വാർത്തകൾക്കൊന്നാം പരിഗണന നൽകുന്ന വാർത്താ ശൈലിയാണ് നമ്മുടെ ന്യൂസ് മലയാളത്തിൻ്റെത്. ഗിമ്മിക്കുകളില്ലാതെ വസ്തുതാധിഷ്ഠിത റിപ്പോർട്ടും നേർപക്ഷം ചേരുന്ന വിശകലന പരിപാടികളും കൈമുതലാക്കിയാണ് വെറും 10 മാസം കൊണ്ട് ന്യൂസ് മലയാളത്തിന്റെ റേറ്റിംഗ് ചാർട്ടിലെ ഈ മുന്നേറ്റം. ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് ഈ വിധം മികച്ച നേട്ടം കൈവരിക്കുന്ന ആദ്യ മലയാളം ന്യൂസ് ചാനലാണ് ന്യൂസ് മലയാളം എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുകയാണ്. 2024 മെയ് മാസം 29-നാണ് ന്യൂസ് മലയാളം 24/7 സംപ്രേക്ഷണം തുടങ്ങിയത്. ഇന്ത്യയിലെ ആദ്യത്തെ AR, VR, XR ന്യൂസ് സ്റ്റുഡിയോയിൽ നിന്ന് കൂടുതൽ വൈവിധ്യമാർന്ന വാർത്താധിഷ്ഠിത പരിപാടികൾ ഉടൻ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തും. ഞങ്ങളുടെ ഈ സന്തോഷം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം പങ്കിടാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ സ്വന്തം ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുകയാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, എനിക്ക് സത്യം പറഞ്ഞാൽ ചോദ്യം ഒന്നും വരുന്നില്ല. അത്രയും സന്തോഷമാണ്, അത്രയും പ്രൗഡാണ്, അത്രയും ഇമോഷണലാണ്. അങ്ങനെ ഒടുവിൽ നമ്മൾ റേറ്റിംഗിൽ വന്നിരിക്കുന്നു, അതും മികച്ച തുടക്കത്തോടെ. സേതു, തീർച്ചയായും അത്യധികം സന്തോഷമുള്ളൊരു ദിവസമാണിത്. ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നോടൊപ്പം ഈ ഡെസ്ക് മുഴുവനുണ്ട്. ഞങ്ങളുടെ സന്തോഷം മാത്രമല്ല, ഞങ്ങളെ സ്നേഹിച്ചവർ, വാർത്തയ്ക്കൊപ്പം ന്യൂസ് മലയാളം വാർത്തയ്ക്കൊപ്പം മാത്രം നിന്നപ്പോൾ, വാർത്തയെ ആവേശമാക്കി നിന്നപ്പോൾ ന്യൂസ് മലയാളത്തിനൊപ്പം നിന്ന പ്രേക്ഷകരാണ് ശരിക്കും ഞങ്ങളുടെ ശക്തിയും കരുത്തും. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം ഇത്രമേൽ, അതായത് കഴിഞ്ഞ മെയ് 29 മുതൽ ഞങ്ങൾ ആരംഭിച്ച വാർത്തയ്ക്കൊപ്പമുള്ള ഓട്ടം അത് ഏറ്റവും വലിയ മഹത്തരമായ നേട്ടത്തിലേക്ക് മാറുന്നു. എൻ്റെ ഒപ്പം ഈ സ്ഥാപനം ഒന്നാകെ ഉണ്ട്. അവരുടെ സന്തോഷം മുഴുവൻ എനിക്ക് കാണാൻ കഴിയും. ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ സനീഷ്, അദ്ദേഹത്തോട് തന്നെ ഈ സന്തോഷത്തിന്റെ ആദ്യ വാക്കുകൾ ചോദിക്കാം. സനീഷ്, ഇപ്പോൾ വളരെ സന്തോഷകരമായിട്ട് കാര്യമാണ്. നമ്മൾ മറ്റേതെങ്കിലും ചാനലിൻ്റെ ട്രാക്ക് പിടിച്ച് അതേ പിന്നാലെ അത് ഫോളോ ചെയ്തിട്ടല്ല പോയത്. നമ്മൾ നമ്മുടെ തനി വഴി തുറന്നിട്ടാണ് പോയത്. അതിന് നാട്ടുകാരാകെ, ജനങ്ങളാകെ നമ്മൾക്കൊപ്പം നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് ഇവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും നേട്ടമാണ്. അവർ ഇവിടെ സ്പെൻഡ് ചെയ്ത ഓരോ സെക്കൻഡിൻ്റെയും ഫലമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷകരമാണ്. അതേസമയം തന്നെ നമുക്ക് വലിയ ഉത്തരവാദിത്വവും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനുണ്ട്. നമ്മൾ വാർത്തയിൽ ഒരു പക്ഷപാതവും കാണിച്ചില്ല. വാർത്ത വളരെ വൃത്തിയായിട്ട് നമ്മൾ കൊടുത്തു. ഇതുമാത്രമാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ തീർച്ചയായും വാർത്ത മാത്രമാണ് നമ്മുടെ ആശയം, എല്ലാം. അതോടൊപ്പം തന്നെ ഡെസ്കിൽ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഔട്ട്പുട്ടിലും തുടങ്ങാം. അനുവേ, ഒരുപാട് സന്തോഷം, അഭിമാനം. എന്തായാലും ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ഇങ്ങനൊരു അഭിമാനകരമായ നേട്ടം കൈവരിക്കുന്ന ഒരു ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. എന്തായാലും തീർച്ചയായും ഒരുപക്ഷെ ഈ സ്ഥാപനത്തിന് തുടക്കത്തിൽ ജോയിൻ ചെയ്ത ആളുകൾ ഒരാളായിരിക്കും അനൂപ്. കഴിഞ്ഞ മാർച്ച് മുതൽ അനൂപ് ഈ സ്ഥാപനത്തിലുള്ളതാണ്. തീർച്ചയായും വലിയ സന്തോഷവും അഭിമാനമുള്ള നിമിഷമാണ്. കാരണം ഈ സ്ഥാപനത്തിന് തുടക്കത്തിൽ മുതൽ തന്നെ വലിയൊരു ടീമിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അത് നമുക്ക് വലിയൊരു സന്തോഷം ഉള്ള ഒരു റിസൾട്ട് പോലെ അല്ലേ. ആദ്യ റേറ്റിംഗിൽ തന്നെ 6ാം സ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള നിമിഷമാണ്. ശ്രീത്, മാതൃഭൂമിയിൽ വന്ന ആളാണ്. മാതൃഭൂമിക്ക് തൊട്ട് പിന്നിൽ നിൽക്കുന്ന, ഇനി മാതൃഭൂമി മറികടക്കും. തീർച്ചയായും അങ്ങനെ വേണമല്ലോ. ഇതൊരു മത്സരമല്ലേ. ഏഷ്യാനെറ്റിൽ നിന്ന് 4th പോയതിനു ശേഷം ഞങ്ങളുടെ റീക്രാഫ്റ്റിംഗ് ഡെസ്കിന്റെ തലപ്പത്തുള്ള സുജിചന്ദ്രൻ, വലിയ സന്തോഷം. ശ്രീത്തെ, ഒന്നാമതുള്ള ചാനലിൽ ഇറക്കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. റേറ്റിംഗ് പോലും ഇല്ലാത്ത ചാനലിലേക്ക് വന്നപ്പോൾ എന്തിനാണ് നീ അങ്ങോട്ടേക്ക് പോയതെന്നൊക്കെ ചോദിച്ച ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ വാർത്തകളോടുള്ള നമ്മുടെ സമീപനം ഉണ്ടല്ലോ, നമുക്ക് ഉറപ്പായിട്ടും പക്ഷമുണ്ട്. പക്ഷേ ആ പക്ഷം നേരിൻ്റെ പക്ഷമാണ്. അങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നതിനുള്ള സന്തോഷം. പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് 10 മാസം കൊണ്ട്, കഴിഞ്ഞ 5 മാസമായിട്ട് ഞാനും ഈ കൂട്ടത്തിലുണ്ട്. വലിയ സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. തീർച്ചയായും ഞാനൊന്ന് വേഗം ഓടുന്നു. പ്രൊഡക്ഷൻ ടീമിനൊപ്പമാണ്. എന്താ പറയുക, നല്ല സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷയില്ല, പക്ഷേ ഒരു സന്തോഷമുണ്ട്. എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ട്. ഈ വാർത്ത മാത്രമല്ല, ഞങ്ങളുടെ ടെക്നിക്കൽ ടീം കൂടിയാണ് ഇതിന്റെ കരുത്ത് എന്നുള്ളതാണ്. ഇവരൊക്കെയാണ് ആ ടീമിൽ പെടുന്നവർ. ഒരു പുതിയ ചാനൽ എന്ന നിലയിൽ ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. അതിൽ ഭയങ്കര സന്തോഷിക്കും. വീഡിയോ എഡിറ്റിങ്ങിന്റെ ഹെഡാണ് ബെൻഷ്. കഴിഞ്ഞ 1 വർഷത്തോളം വഴി നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷമാണിത്. ഇപ്പം നമുക്ക് ഈ ഒരു അച്ചീവിൽ എത്താൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ ഭാവമാക്കാൻ സാധിച്ചതിനും വളരെ സന്തോഷമുണ്ട്. ഈ സഹപ്രവർത്തകർക്കൊപ്പമാണ് ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ എന്നുള്ളത്, എന്നുമുള്ളത്, എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിൽ നിന്ന് പിടിച്ചെടുക്കേണ്ട അവസ്ഥയാണ്. അല്ല, എന്തായാലും ആണല്ലോ, ഇത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരു വലിയ വിജയം തന്നെയാണ്. അതൊരു വിജയമാണ് എന്ന് ഇപ്പോൾ 6ാം സ്ഥാനത്ത് എത്തുമ്പോൾ അതൊരു വിജയമാണോ എന്ന് വേണമെങ്കിൽ ആളുകൾക്ക് ചോദിക്കാം. പക്ഷേ അതിലൊരു കാര്യം,
ഞാനിതിപ്പോൾ എൻ്റെ ഒരു 7ാമത്തെ ചാനലാണ്, 4ാമത്തെ ലോഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഓരോ ചാനലുകളുടെയും വളർച്ച എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫ് എൻ്റെ തലയിലുണ്ട്. കഴിഞ്ഞ ഒരു 15 വർഷത്തിനിടയ്ക്ക് ലോഞ്ച് ചെയ്ത ഏതെങ്കിലും ഒരു ചാനൽ ആദ്യത്തെ 6 മാസം കൊണ്ട് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടില്ല. നമുക്കറിയാമായിരുന്നു, നമ്മൾ റേറ്റിംഗ് പുറത്തു വിടുന്നില്ലെങ്കിലും നമ്മൾ എവിടെ പൊസിഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. നമ്മൾ 6ാം സ്ഥാനത്ത് എത്തിയിരുന്നു. അപ്പോൾ അത് നമ്മൾ അവിടെ എല്ലാ ചാനലുകളും ഇപ്പോൾ പോകുന്ന ഒരു പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി തന്നെയാണ് നമ്മൾ പിടിച്ചത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ വാർത്തയ്ക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുത്തത്. ഒരു ചർച്ചയും ബഹളവും മറ്റ് ഗിമ്മിക്സും ഒന്നും ഇല്ലാതെ നമുക്ക് ഈ പൊസിഷനിൽ എത്താൻ പറ്റിയെങ്കിൽ കേരളം ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു വഴി പിടിച്ച് തന്നെ കുറച്ചുകൂടി ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണം. അത് മൊത്തം ടീമിൻ്റെയും ഒരു വലിയ വിജയമാണ്. അത് തന്നെ 1ാം സ്ഥാനത്തേക്കാണ് യാത്ര. ഒരു സംശയമില്ല, അങ്ങോട്ട് തന്നെയാണ് യാത്ര. ക്യാമറ ടീമുണ്ട്. സന്തോഷം. അതുപോലെ ഞങ്ങളുടെ അസോസിയേറ്റ് VS സനോജ് പരിചയപ്പെടുത്തുന്ന ആള് തന്നെയാണ്. ഈ മുന്നേറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് പ്രജേഷ്. ഒരുപക്ഷെ ഏഷ്യാനെറ്റിൽ വന്ന് ഈ സ്ഥാപനത്തെ 1ാമത് എത്തിക്കുന്നതിൽ ഇനി ഒരുപക്ഷെ 1ാമതുള്ള യാത്രയിൽ പ്രജേഷിന്റെ പങ്ക് വളരെ വലുതായിരിക്കും തോന്നുന്നു. നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കണ്ടാൽ മതി. വരും ദിവസങ്ങളിൽ നമ്മൾ പൂർവാധികം ശക്തിയോടെ നമ്മൾ 1ാം സ്ഥാനത്ത് തന്നെ എത്തും. അതിനുവേണ്ടി കാത്തിരിക്കുക. കഴിഞ്ഞ മെയ് 29 അദ്ദേഹം പറഞ്ഞ വാക്കായിരുന്നു, മുന്നോട്ടാണ് യാത്ര. ഇപ്പോൾ ഇനി 1ാം സ്ഥാനത്ത് എത്തിക്കുമെന്നാണ് പറയുന്നത്. ഉറപ്പായും അത് വിശ്വസിച്ച് തന്നെ പോകേണ്ടി വരും. ക്യാമറയുടെ ഹെഡ്. കൂട്ടായ്മയുടെ വിജയം, കഠിനാധ്വാനത്തിൻ്റെ വിജയം, ഇത് നമ്മൾ തുടരുക തന്നെ ചെയ്യും. മനോരമയ്ക്ക് തൊട്ട് പിന്നിലാണ്. തീർച്ചയായും വളരെ സന്തോഷം. തീർച്ചയായും ഞങ്ങളുടെ വെബ് ടീമാണ്. അടക്കി വെക്കുന്നില്ല ഞങ്ങൾ. വൈകിട്ട് എന്തായാലും ഞങ്ങള് ഇന്ന് നമ്മൾ ബെനീഷ. സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഇത്ര ചെറിയ സമയം കൊണ്ട് നമ്മൾ ഇത്ര റേറ്റിംഗിൽ എത്തിയില്ലേ, ഭയങ്കര സന്തോഷം. വളരെ സന്തോഷം. ക്രൈം മാത്രം നോക്കുന്ന വളരെ സന്തോഷം. വീഡിയോ എഡിറ്റിംഗ് ടീമാണിത്. തിരണം ഈ ഫുൾ ടൈം ജോലിയിൽ ഇരുന്ന് നമ്മളെ 1ാമതാക്കിയത് മാത്രം പോരാ, കാര്യങ്ങളോട് പറയണം. വളരെ സന്തോഷകരമായ നിമിഷം ആണ് ഇത്. 1ാമെത്തണം, അതാണ് ലക്ഷ്യം. സന്തോഷം. വേറെന്ത് പറയാൻ, തീർച്ചയായും സന്തോഷം തന്നെ. ഈ അണിയറക്കാർക്ക് സന്തോഷം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പറയണം. സന്തോഷം മാത്രം. വലിയൊരു ചാനലിന് ചെറിയൊരു ഭാഗമാകാൻ പറ്റിയതിൽ വലിയ സന്തോഷം. സ്റ്റെഫിനെ, ഓരോ വാർത്തയുടെയും വീഡിയോ കട്ടിങ് താങ്കളുടെ കയ്യിലാണ്. അതെ, വളരെ സന്തോഷം. എല്ലാവരും കൂട്ടായി നിന്നതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടി. ആളുകൾ പറയാൻ മടിക്കുന്നു, കാരണം സന്തോഷം ഉള്ളിലാണെന്ന് തോന്നുന്നു. ഒരുപാട് സന്തോഷം. നമ്മൾ ഈ യാത്ര തുടരും. നമ്മൾ തുടരും. മീനാക്ഷി. സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നമ്മളിപ്പോൾ ഇത്രയും ഒരു ഇതിലെത്തിയിട്ട്, പിന്നെ ഞാനിപ്പോൾ വന്നിട്ട് 1 year ആവാൻ പോവുകയാണ് മെയില്. സന്തോഷമുണ്ട്. പ്രിയങ്ക, സിനിമ. ഒരുപാട് സന്തോഷം. എന്തായാലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുന്നത്. ഏഷ്യാനെറ്റിൽ നിന്ന് നമ്മുടെ ആദ്യത്തെ ബിഗ് ബ്രേക്കിങ്ങിന്റെ ആളാണ് കൃഷ്ണപ്രിയ. സന്തോഷമുണ്ട്. ഇപ്പോൾ തുടക്കം തൊട്ടേ ചാനലിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ പറ്റി. ഇപ്പോൾ 6ാം സ്ഥാനത്താണ്. നഗര കേന്ദ്രങ്ങളിൽ നമ്മൾ 4ാം സ്ഥാനത്താണ്. ഉടൻ തന്നെ അത് 1ാം സ്ഥാനങ്ങളിൽ തന്നെ എത്തും എന്നാണ് പ്രതീക്ഷ. ഏഷ്യാനെറ്റിന് മറികടക്കും. സന്തോഷം, ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ശ്രുതി. വളരെ സന്തോഷം. നമ്മുടെ എല്ലാവരുടെയും പ്രയത്നം. നമ്മുടെ വാൾത്തല ആളാണ്. വാൾത്തല ഏകദേശം 1 വർഷമായി വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായി മറ്റേ ബാർക്ക് റേറ്റിംഗ് വരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നത്. ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരു പുതിയ തുടങ്ങിയ ഒരു ചാനൽ 10 മാസത്തിനുള്ളിൽ 6ാം സ്ഥാനത്ത് എത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷം. സ്റ്റോറി ഡെസ്കിൽ ആളുകളുണ്ട്. മറുപടിയും അനീഷും. ഈ മികച്ച ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് കരുതുന്നത്. നമ്മൾ ഇനി തുടരും. ഇത് നമ്മുടെ ടീം വർക്കിന്റെ വിജയമാണ്. ഒപ്പം തന്നെ നമ്മുടെ ഒരു മുന്നോട്ട് പോക്കിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു റേറ്റിംഗ് കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജോയിൻ ചെയ്തിട്ട് 1 മാസം ആവുന്നുള്ളൂ. പക്ഷേ ഈ സന്തോഷം 1 മാസം ആയില്ല. ഞാൻ 17 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു ടീമിന്റെ ഒപ്പം എത്താൻ കഴിഞ്ഞു എന്നുള്ളത് അതിലും വലിയ സന്തോഷം പറയുന്നുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള പ്രിയ. വളരെ സന്തോഷം. ഇങ്ങനൊരു അഭിമാനകരമായ നേട്ടം നമ്മളുടെ ചാനലിൽ കൈവരിക്കാൻ സാധിച്ചാൽ സന്തോഷം. ഐശ്വര്യ.
എന്താ മാസ്ക് ഒക്കെ ആയിട്ട്? ഒന്നുമില്ല, അതായത് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മൾ ഇത്രയും ചെറിയ കാലയളവിൽ ഇത്രയും വലിയൊരു നേട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. വളരെ വേഗം 1ാം സ്ഥാനത്ത് എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നമ്മൾ തുടരുകയാണ്. എല്ലാവരും പറഞ്ഞില്ലേ, സന്തോഷം. തുടക്കം മുതൽ ഒപ്പമുള്ളതിൽ അഭിമാനം. PCR പോരാളിയാണ്. ഓരോ വാർത്തയും എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്ന ആളാണ്. വളരെയധികം സന്തോഷമുണ്ട്. രാവിലെ എന്നെ പ്രസ് സ്റ്റോപ്പ് മുഴുവൻ അവതരിപ്പിക്കാൻ അനുവദിച്ചില്ല. എമ്പുരാൻ വന്ന പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ, കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത് തീർച്ചയായും ഈ വേളയിൽ പറഞ്ഞു പോകേണ്ട മറക്കാൻ പറ്റാത്ത ഞങ്ങളുടെ സ്വന്തം അനീഷ് ബർസവും. അദ്ദേഹത്തെ കുറിച്ച് എല്ലാ ചരിത്ര സന്ധികളിലും ബർസോമിനെ കാണില്ല കുറച്ചു നേരത്തേക്ക്. പരമാവധി വിഷ്വൽ വരാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അണിയറയിൽ നിന്ന് അധ്വാനിച്ച് ഈ സ്ഥാപനത്തെ ഹർഷയുടെ ബർസോമിനെ കുറിച്ച് പറഞ്ഞു. വേറൊന്നുമല്ല, അനീഷ് ബർസോം ആണ് ഔട്ട്പുട്ടിനെ ഒറ്റയ്ക്ക് ഏതാണ്ട് പലപ്പോഴും തോളയിൽ താങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അയാൾ ഇന്ന് ഇല്ല. ഈ റേറ്റിംഗ് വന്നപ്പോൾ, നമ്മുടെ ആദ്യ റേറ്റിംഗ് വന്ന ദിവസം ഇല്ല. അപ്പോൾ നമ്മളിത് അവസാനിക്കുന്നതിന് മുമ്പ്, ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് പുള്ളിയുടെ പേരൂടെ പറയാതെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അനീഷ് ബർസോമിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞത്. മാത്രമല്ല മറ്റു പല ആളുകളും ഇല്ല. ഇതല്ല ഇപ്പൊ കാണുന്ന ആളുകൾ കരുതി ഇതാണ് നമ്മുടെ ഡെസ്കിന്റെ സ്ട്രെങ്ത് എന്നാണ്. ഒരുപാട് ആളുകൾ അവരുടെ ഷിഫ്റ്റിലേക്ക് വരുന്നേ ഉള്ളൂ, മുഴുവൻ പേരില്ല. ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത ആളുകൾ കൂടെ ചേർന്നുണ്ടാക്കിയ നേട്ടമാണിത്. തീർച്ചയായും ഈ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ 2 മണി സമയം നമ്മുടെ ഷിഫ്റ്റ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ആളുകൾ പലരും ഇല്ല. പിന്നെ ചെറിയ ഈ സന്തോഷം എങ്ങനെ എന്താ പറയുക, ഇനി ഇതിൻ്റെ സന്തോഷത്തിൻ്റെ മറ്റു കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് 1ാമത് എത്തുക തന്നെ വേണം. ഇപ്പോൾ 6ാമത് എന്നുള്ളത് ഞങ്ങൾ 1ാമത് എത്തിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. സേതു പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് കൂടുതൽ വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കുക. പിന്നെ എൻ്റെയും എന്താ പറയുക, സേതു എന്തോ ശരി ശ്രീജിത്ത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. ഞങ്ങൾ ഇനിയും ഇതിൽ നന്നായി മുന്നേറും. ഈ 6ാം സ്ഥാനം ഒന്നുമല്ല, 1ാം സ്ഥാനം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലും മികച്ച രീതിയിൽ ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തും. നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. ഇതുവരെ ഞങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്തോ, ഞങ്ങളെ ഹൃദയത്തിലേറ്റയോ, അതിലും 10 മടങ്ങ് സ്നേഹത്തോടു കൂടി ഇനിയും ഞങ്ങളെ ഹൃദയത്തിലേറ്റണം. ഞങ്ങളെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണം. നിങ്ങൾക്കൊപ്പം ന്യൂസ് മലയാളം ഉണ്ടാകും. ഏതൊരു വാർത്ത വന്നാലും അത് കൃത്യമായി സത്യസന്ധമായി 1ാമതായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് മലയാളം നിങ്ങൾക്ക് ഓരോരുത്തരോടും ഒപ്പം ഉണ്ടാകും. പിന്നെ പറഞ്ഞതുപോലെ നമ്മുടെ പുതിയ സ്റ്റുഡിയോയിൽ നിന്നുള്ള പുതിയ സെറ്റുകളിൽ നിന്നുള്ള പുതിയ പരിപാടികൾ വരും ദിവസങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും നമ്മുടെ ടീം സജ്ജമാണ്. അപ്പോൾ ഈ നേട്ടം തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിന് നിങ്ങളുടെ കൂടിയുള്ള സപ്പോർട്ട്, നിങ്ങളുടെ പിന്തുണ, അതാണ് ഞങ്ങൾക്ക് അനിവാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്.